നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ജിബ്രീൽ വരിക അല്ലെങ്കിൽ പടച്ചവന്റെ അടുത്ത് നിന്ന് സന്ദേശങ്ങൾ വരിക ഇതൊക്കെ ഒരു ഡെലൂഷൻ അല്ലെങ്കിൽ ഒരു തോന്നലായിരുന്നു എന്ന് ചില വിമർശകർ പറയുന്നുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ എന്ന് പറയുന്ന സൈക്കോളജിയിൽ പറയാം. ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ ആക്ച്വലി പ്രവാചകന്റെ ചരിത്രം തീരെ നോക്കിയിട്ടില്ലെന്നാണ് ചിലപ്പോൾ തോന്നിപ്പോകും. ഹിസ്റ്റോറിക്കലി നോക്കിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഈ ഡെലൂഷന്റെ ഒരു സിംറ്റം കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് തെറ്റായൊരു വിശ്വാസം ഉണ്ടാകുന്നു, ആ വിശ്വാസത്തിൽ അയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ആൾക്ക് തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അല്ല, അത് ശരിയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതാണ് ഡെലൂഷൻ. അപ്പോൾ ഈ ഡെലൂഷൻ ഒരാൾ 4 വർഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഡെലൂഷനിലേക്ക് ചേർത്ത് മനസ്സിലാക്കുക ചെയ്യാം. പക്ഷേ പ്രവാചകന്റെ ചരിത്രം നോക്കിയാലോ നമുക്കത് അങ്ങനെയല്ല കാണാൻ പറ്റുക. ഉദാഹരണത്തിന് പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് അവിടെ ആ സമയത്തിന് സൂര്യഗ്രഹണം സംഭവിച്ചു. എല്ലാവരും വിചാരിച്ചത് പ്രവാചകന്റെ മകൻ മരണപ്പെട്ടതുകൊണ്ട് ഈ പ്രകൃതി മൊത്തം സങ്കടപ്പെടുകയാണ്, അതുകൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചതാണ്. പ്രവാചകൻ ഡെലൂഷൻ ആയിരുന്നെങ്കിൽ പ്രവാചകൻ വിശ്വസിക്കായിരുന്നു അങ്ങനെ തന്നെയാണെന്നുള്ളത്. പ്രവാചകന്റെ ഇതേ പ്രവാചകൻ വന്ന് എല്ലാവരും തിരുത്തി ചെയ്തിട്ടുള്ളത് അത് അങ്ങനെയല്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അത്തരത്തിൽ സംഭവിക്കുന്നല്ല എന്ന് പറഞ്ഞ് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ പ്രവാചകന്റെ ജീവിതത്തിൽ ബാക്കി കാര്യങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ ഡെലൂഷൻ ഒരാൾ ആ ആൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഖുർആൻ. ഡെലൂഷൻ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആശയമോ ഭാഷയോ അല്ല ഖുർആനുള്ളത്, പ്രവാചകൻ കൊണ്ടുവന്ന മതത്തിനുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള മക്കാർക്കെതിരെ ഒരു യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാനും വലിയൊരു ഖിലാഫത്ത് ഉണ്ടാക്കാനും വലിയ രാജ്യം കെട്ടിപ്പിടിക്കാനും മുഹമ്മദ് നബിക്ക് കഴിയായിരുന്നില്ല. ഈ പ്രവാചകൻ ചെയ്തത് മോറലി ശരിയായ എന്ന് പറയുന്ന ആളുകൾ പോലും പ്രവാചകൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല പ്രവാചകൻ കൊണ്ടുവന്ന ആശയം ആയിരക്കണക്കിന് കൊല്ലം നിലനിൽക്കുകയും ആയിരക്കണക്കിന് കൊല്ലം നിലനിന്ന് അത് ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവിതം, ഭരണം ഇതൊക്കെ നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഡെലിവിഷനിലൂടെ വിഭ്രാന്തിയിലൂടെ എങ്ങനെ സാധിക്കാം? മാത്രമല്ല പ്രവാചകന്റെ 4 പുറം നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൂടെ നിന്നതുകൊണ്ട് ശരീരത്തിനും കുടുംബത്തിനും സമ്പത്തിനും ഒക്കെ പ്രയാസം ഉണ്ടായിട്ടുള്ള ആളുകളാണ്, ത്യാഗം സഹിച്ചിട്ടുള്ള ആളുകളാണ്. ഈ ആളുകൾക്ക് പ്രവാചകനെ നിരന്തരം കാണാം. ആയിരക്കണക്കിന് ആളുകൾ പ്രവാചകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾക്ക് മനസ്സിലാവൂലേ പ്രവാചകൻ വിഭ്രാന്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിന് സ്ഥിരത ഇല്ലാത്ത ഒരാളാണ് പ്രവാചകൻ? പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് ഈ ത്യാഗം സഹിക്കാതെ അവിടുന്ന് പിന്നിലേക്ക് പോരാലോ. അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഒരു നിലക്കും പ്രവാചകൻ ഡെലൂഷൻ ആണെന്നുള്ള കാര്യം ഒരു നിലക്കും സാധ്യമാകുന്ന പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല.